ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. നമ്മൾ എന്റർപ്രണർഷിപ്പിന്റെ യൂണിറ്റ് 1 രണ്ടാമത്തെ പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാർട്ടിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് എന്റർപ്രണർഷിപ്പും അല്ലെങ്കിൽ ഒരു എന്റർപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ എന്റർപ്രണർഷിപ്പിനെ ഗൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട തിയറീസിനെ കുറിച്ചാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്റർപ്രണർഷിപ്പും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്റർപ്രണറും ഇൻട്രാപ്രണറും എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പം എന്താണ് ഇൻട്രാപ്രണർ, ഒരു ഇൻട്രാപ്രണർ എങ്ങനെയാണ് എന്റർപ്രണറിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആസ്പെക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എന്റർപ്രണർഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട എക്കണോമിക്, സോഷ്യൽ സയൻസ്, മാനേജ്മെന്റ് ഏരിയയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള തിയറീസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് തിയറീസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ്ലി തന്നെ എന്താണ് ഒരു എന്റർപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അപ്പൊ അതിന് ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇൻട്രാപ്രണർ എന്നുള്ളതാണ്. സോ ഒരു ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് തന്നെയാണ്. പക്ഷെ അവർക്ക് എന്തുണ്ടാവും, ഒരു നോർമൽ എംപ്ലോയിയേക്കാൾ ഉപരിയായിട്ട് കുറെ അധികം പാഷനേറ്റ് ആയിരിക്കും. അവർ കുറെ അധികം പാഷനേറ്റ് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും, അവർ കുറച്ചുകൂടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഹൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളൊരു ഹൈ എൻഡ് റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറായില്ല. അതിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ഒന്ന്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയുള്ള പ്രശ്നമായിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള പ്രോബ്ലംസും ആയിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. പക്ഷേ അവർ ഒരു ഓർഗനൈസേഷൻ നിന്നുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു എന്റർപ്രണറിയൽ സ്കിൽസ് അല്ലെങ്കിൽ ആ ട്രേഡ്സ് അവര് തന്റെ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. അപ്പൊ അങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെയാണ് ഇൻട്രാപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ സ്ലൈഡിൽ നോക്കി അറിയാം. ഫസ്റ്റ് പോയിന്റ് എഴുതിയിരിക്കുന്നതാണ് ഇൻഡിവിജ്വൽസ് ഹു പെർഫോം ആസ് എന്റർപ്രണേഴ്സ് ബട്ട് ഡു ഇറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആർ റെഫേർഡ് ടു ആസ് ഇൻട്രാപ്രണേഴ്സ്. അല്ലെ, അതായത് എന്റർപ്രണേഴ്സിനെ പോലെ തന്നെ ആക്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് ഇൻട്രാപ്രണേഴ്സ്. പക്ഷെ അവരെങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആ ഓർഗനൈസേഷന് വേണ്ടിയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. സോ ദേ ആർ ബേസിക്കലി ദ എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓൺലി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള അബ്സല്യൂട്ട് പവേഴ്സ് ഇല്ല. ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു അബ്സല്യൂട്ട് പവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെ, അപ്പൊ ഇത് ഇവർ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് എന്തില്ല, ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. പക്ഷേ ദേ ഹാഡ് മോർ ഫ്രീഡം വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് ദംസെൽഫ്, ടു ഇവോൾവ് ദംസെൽഫ്, ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ് ആൻഡ് ടു മേക്ക് ദ ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അങ്ങനെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഒരു നോർമൽ എംപ്ലോയി കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്ക് എന്ത് കിട്ടും, ആ സ്ഥാപനത്തിൽ റെക്കഗ്നിഷൻ കിട്ടും, ആ സ്ഥാപനത്തിൽ പ്രൊമോഷൻസ്, ഇൻസെന്റീവ്സ്, അങ്ങനെ പല രീതിയിലുള്ള പെർക്സ്, അത് ഫൈനാൻഷ്യൽ ആയിട്ടും നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പെർക്സ് കൊടുക്കും. ചില കേസിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും ഈ ഇൻട്രാപ്രണേഴ്സിന് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ടേം ബേസിക്കലി കോയിൻ ചെയ്തത് പിൻകോയിറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അത് 1985 കോയിൻ ചെയ്യപ്പെട്ട ഒരു ടേം ആണ്. സോ ഇവിടെ ഈ ബേസിക്കലി ഈ ഇൻട്രാപ്രണേഴ്സ് പറയുമ്പോൾ തന്നെ ഓർക്കുക, ദേ ആർ മോർ ക്രിയേറ്റീവ് പീപ്പിൾസ്. അതായത് ഒരു നോർമൽ എംപ്ലോയിയെ സംബന്ധിച്ചുള്ളതിനേക്കാളും കൂടുതലധികം ക്രിയേറ്റിവിറ്റിയും പാഷനും ഇന്നോവേഷനും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ദേ ആർ ലാക്കിംഗ് സംതിങ് ബിഹൈൻഡ് ടു ബിക്കം ആൻ എന്റർപ്രണർ. അത് മെയിൻലി എന്താണ് ലാക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ദ ഹയർ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ആസ് വെൽ ആസ് ദ ഫണ്ട് റൈസിംഗ് കപ്പാസിറ്റി. ഈ രണ്ട് കാര്യങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും അവർ ലാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ഡയറക്ട്ലി ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് പോകാത്തത്. നമുക്ക് ഫെർദർ ഈ സ്ലൈഡ്സ് നോക്കുമ്പോൾ കാണാം, നോർമലി ഇവരുടേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഓർഗനൈസേഷൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഇവർ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസിന്റെ വാല്യൂ അൾട്ടിമേറ്റ്ലി ബിലോങ്സ് ടു ദ കമ്പനി ഇറ്റ്സെൽഫ്. ഇതാണ് ഇവർ സഫർ ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം ഇവര് ലാർജർ റിസ്ക് എടുക്കുന്നില്ല. നഷ്ടം വന്നാലും കമ്പനിക്കാണ്, ലാഭം കിട്ടിയാലും ഒപ്പം എന്ത് തന്നെ പോകും, കമ്പനിക്ക് തന്നെ പോകും. ആ ഒരു ഐഡിയോളജിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവര് നല്ല രീതിയിൽ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇവരുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടു മിയർ ബോണസസ്, പ്രൊമോഷൻസ് ഓർ സാലറി ഹൈക്സ്, അതിൽ ഒതുങ്ങി നിൽക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലൈക്സ് ഡെവലപ്ഡ് ബൈ ദീസ് ഇൻട്രാപ്രണേഴ്സ് ഷുഡ് ബിലോങ് ടു ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ് എന്നുള്ളതായിരിക്കും നോർമലി ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽട്ടി. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞറിയാം, പ്രധാനമായിട്ടും ഒരുപാട് ഇൻട്രാപ്രണേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട, ലോകത്തിൽ അറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നത് ഈ പോളും കെന്നും ആണ്. സോ പോളിനെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നമ്മുടെ ജിമെയിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ് ജിമെയിൽ. അപ്പൊ ആ ജിമെയിലിന്റെ റിയൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പോൾ ബുച്ചിറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്.
അപ്പൊ അദ്ദേഹമാണ് ഗൂഗിളിൽ നിന്നിട്ട് എന്ത് ചെയ്തത്, ഈ ഒരു ജിമെയിൽ എന്ന് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു റെക്കഗ്നിഷൻ മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി അതിന്റെ റൈറ്റ്സ് ബിലോങ്സ് ടു ഗൂഗിൾ ആണ്, അല്ലെ? അപ്പൊ ഇത് തന്നെയാണ് കെന്നിന് ഫേസ് ചെയ്ത സിറ്റുവേഷൻ. കെന്ന് സോണിയിലെ പ്ലേ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ കെന്നിന്റെ ബ്രെയിൻ ചൈൽഡ് ആണെന്ന് പറയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എല്ലാം ആർക്ക് പോയി? സോണി കമ്പനിക്ക് തന്നെ പോയി. സോ ഇതാണ് പ്രധാനപ്പെട്ട ഇൻട്രാപ്രനേഴ്സിന്റെ പ്രശ്നവും. അതായത് അൾട്ടിമേറ്റ്ലി ദേ ഡെവലപ്പ് ദ പ്രൊഡക്ട്സ്, ദേ ക്രിയേറ്റ് ദ സർവീസസ്, ബട്ട് അൾട്ടിമേറ്റ്ലി the final intellectual property rights will go to the owner of the company itself or to the that particular organization itself എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. പക്ഷെ അത് ഒരു കോണ്ടെക്സ്റ്റിൽ ശരിയുമാണ്. കാരണം ഇവർക്ക് ഹൈ എൻഡ് റിസ്ക് എടുക്കാൻ റെഡിയല്ല. സോ ഒരു ബേസിക്കലി ഒരു റിയൽ എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സാക്ട്ലി ദ ഹൈ എൻഡ് റിസ്ക് എടുത്ത് അതിന്റെ അകത്തുനിന്ന് മാക്സിമം റിവാർഡ് ഉണ്ടാക്കുന്ന ആളെയാണ് ശരിക്കും എന്റർപ്രണർ എന്ന് വിളിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇവര് റിയൽ എന്റർപ്രണേഴ്സ് വിളിക്കാൻ പറ്റില്ല, ബട്ട് യു ക്യാൻ കോൾ ദം as ഇൻട്രാപ്രണേഴ്സ്. സോ ഇതിനൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ സാധ്യത ഉണ്ട്. ഇൻട്രാപ്രണറും എന്റർപ്രണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇൻട്രാപ്രണറും എന്റർപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സഹിതം എഴുതാൻ പറ്റി കഴിഞ്ഞാൽ എക്സാമിനേഷന് ഡീസന്റ് ആയിട്ടുള്ള സ്കോർ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്ലൈഡിലൂടെ നോക്കിയിരിക്കുക. നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളൂ. പക്ഷെ ഒരു എക്സാമിനേഷൻ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സ്ലൈഡാണ്. ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എക്സാമിനേഷന് പോവുക. ഓക്കെ, അൾട്ടിമേറ്റ്ലി നമുക്ക് ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാം. അടുത്ത ഏരിയ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് എന്റർപ്രണർഷിപ്പ് ആണ്. അപ്പൊ തിയറീസ് ഓഫ് എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്റർപ്രണർഷിപ്പിനെ ഗൈഡ് ചെയ്യുന്ന കുറെ അധികം സെറ്റ്സ് ഓഫ് തിയറീസ് ഉണ്ട്. അത് ഡയറക്ട്ലി എന്റർപ്രണർഷിപ്പിലേക്ക് വേണ്ടി മാത്രം ഡിറൈവ് ചെയ്ത തിയറീസ് അല്ല. പക്ഷെ ഈ എന്റർപ്രണർഷിപ്പ് എന്ന് തന്നെ പറയുന്നത് ഇത് പല പല ഏരിയാസിൽ നിന്നുള്ള സബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷൻ ആണല്ലോ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലെ തിയറികളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഈ എൻ്റയർ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട്. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ പറഞ്ഞ എന്റർപ്രണർഷിപ്പ് സബ്ജക്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 ഡിസിപ്ലിൻസിൽ നിന്നെങ്കിലും ഇവോൾവ് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ എക്കണോമിക്സ് ആണ് മദർ സബ്ജക്ട്, പ്ലസ് സൈക്കോളജി, സോഷ്യോളജി, മാനേജ്മെന്റ് ആൻഡ് ആന്ത്രപ്പോളജി. ഈ തുടങ്ങിയ 5 സബ്ജക്റ്റിൽ നിന്നാണ് പ്രധാനമായിട്ടും നമ്മുടെ സെറ്റ്സ് ഓഫ് തിയറീസ് എല്ലാം ഇതിനുവേണ്ടി എടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് തിയറീസും പ്ലസ് ഓസ്ട്രിയൻ നോഷൻ ഓഫ് മാർക്കറ്റ് പ്രോസസും എല്ലാമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഗൈഡിങ് തിയറി സെറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളൊരു ബേസിക് തിയറീസ് ഓഫ് എന്റർപ്രണർഷിപ്പ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വീണ്ടും റിപ്പീറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ക്വസ്റ്റൻ ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഇംപ്രഷൻ എഴുതുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലസ് ഇനി നമ്മൾ ഓരോ തിയറീസിനെ കുറിച്ചും ബൈ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഒരു പക്ഷേ എക്സാമിനേഷന് നേരത്തെ ചോദിച്ചിട്ടുള്ള തിയറീസ് ഓഫ് എന്റർപ്രണർഷിപ്പ് എന്നുള്ള ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു. ഇനി വരുന്ന എക്സാമിനേഷൻ വേണമെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഇതിൽ ഏതെങ്കിലും 1-2 തിയറീസ് എടുത്തിട്ട് ഈ തിയറീസ് തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ 2 തിയറീസും വേറൊരു തിയറിയും തമ്മിലുള്ള കോമ്പിനേഷൻ റൈറ്റപ്പ് ചെയ്യാൻ ചോദിക്കാം. അപ്പം ഈ പറയുന്ന ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6-7 പ്രധാനപ്പെട്ട തിയറീസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് ഒരു റൈറ്റിംഗ് സ്കിൽ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സാമിനേഷന് ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് റൈറ്റപ്സിൽ മാറ്റം വരുത്തി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ തിയറിയിലേക്ക് പോവാം. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഇന്നോവേഷൻ തിയറിയാണ്. അതായത് ജോസഫ് ഷംപീറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എന്റർപ്രണർഷിപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറിയാണ് ഇന്നോവേഷൻ തിയറി. ഈ ഇന്നോവേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ എന്റർപ്രണർഷിപ്പ് ജേർണിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് ടോപ്പിക്കിൽ തന്നെ ഫൗണ്ടിങ് സ്റ്റോൺ എന്ന് അറിയപ്പെടുന്ന ഒരു തിയറിയാണ് ഇന്നോവേഷൻ തിയറി. അപ്പം ഇന്നോവേഷൻ തിയറിയിൽ ഇദ്ദേഹം ബേസിക്കലി പറഞ്ഞ കാര്യം ഇതേ ഉള്ളൂ, ബൈ എക്സ്പെരിമെന്റിംഗ് വിത്ത് നോർമൽ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്റർപ്രണേഴ്സ് പുഷ് ദ എക്കോണമി ടു എ ന്യൂ ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഓരോ എന്റർപ്രണേഴ്സിന്റെയും മനസ്സിൽ, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ മനസ്സിൽ എന്തുണ്ട്? ഇന്നോവേഷൻ ഉണ്ട്. ആ ഒരു ഇന്നോവേഷൻ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെയാണ് റിയലി ആരെന്ന് വിളിക്കുന്നത്? എന്റർപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനിയും ഈ ഇന്നോവേഷൻ എന്ത് കേസിലും ആയിക്കോട്ടെ, സർവീസ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഉള്ള ആ ഇന്നോവേഷൻ സ്കിൽസിനെ അത് ബെറ്റർ ആയിട്ട് ഒരു നോവൽ വേയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് ഒരു റിയൽ
എന്റർപ്രണർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മുടെ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിനെ അടുത്ത ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്ക് നയിക്കുന്നതാണ് ഈ ഒരു ഇന്നോവേഷൻ തിയറി കൂടെ ജോസഫ് ഷംപീറ്റർ പറയുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും അതിനെക്കുറിച്ച്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു എന്റർപ്രണറിനെയും ഒരു ഇന്നോവേറ്ററിനെയും ഇൻവെന്ററെയും നമുക്ക് രണ്ടായിട്ട് കാണാവുന്നതാണ് പറയുന്നത്. സോ അതായത് ജോസഫ് ഷംപീറ്ററിന്റെ ബേസിൽ ഇന്നോവേറ്ററും എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. ഇന്നോവേറ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയും ഇൻവെന്റർ എന്ന് പറയുന്നത് ടെക്നിക്കലി വേറെ ഒരു വ്യക്തിയുമാണ്. അതായത് ഇൻവെന്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡയറക്ട്ലി ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് ഇൻവെന്റർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കിപ്പോ അറിയാം, ഇപ്പം കറണ്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്, ഇതെല്ലാം ഓരോന്നും എന്താണ്? ഇൻവെൻഷൻസ് ആണ് അല്ലെ? ഇതെല്ലാം ഓരോരോ ഇൻവെൻഷൻസ് ആണ്. പക്ഷേ ഇതല്ല ഇന്നോവേഷൻ എന്ന് പറഞ്ഞത്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ആപ്പിളിന്റെ ഐഫോൺ ശരിക്കും ആ പ്രൊഡക്റ്റ് എക്സാക്ട്ലി സ്റ്റീവ് ജോബ്സ് ഡെവലപ്പ് ചെയ്തതല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റീവ് ജോബ്സിന് പല ഐഡിയാസ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്തത് അവിടുത്തെ കുറെ അധികം ടെക്നോക്രാറ്റുകളാണ് അല്ലെ? അപ്പൊ ആ ടെക്നോക്രാറ്റ്സിനാണ് എന്തുള്ളത്? ഈ ഒരു ഇൻവെൻഷന്റെ റൈറ്റ്സ് ഉള്ളത്. അൾട്ടിമേറ്റ്ലി റൈറ്റ്സ് ആ കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതല്ല പറഞ്ഞത്, ആ ഡെവലപ്പ് ചെയ്ത ആ ഒരു ഇൻവെന്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ്? സ്റ്റീവ് ജോബ്സ് അല്ല. മറിച്ച് സ്റ്റീവ് ജോബ്സ് ആരാണ്? ഇന്നോവേറ്റർ ആണ്. ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അതിനെ പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്ത്, അദ്ദേഹത്തിന് മനസ്സിൽ ഐഡിയ ഉണ്ട് ഇതിനെ ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ടെക്നോക്രാറ്റ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് ആൾക്കാരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഫൈൻ ട്യൂൺഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തു? ലോഞ്ച് ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസിനെ അതിന്റെ സാധ്യതകൾ, മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലാക്കി അത് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്ന ആളാണ് ഇന്നോവേറ്റർ. പക്ഷെ ഇൻവെന്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻവെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ടെക്നിക്കൽ വർക്ക് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്? ഇൻവെന്റർ എന്ന് വിളിക്കുന്നത്. സോ അപ്പൊ എന്റർപ്രണർ ശരിക്കും എന്താണ് ചെയ്യുന്നത്? എന്റർപ്രണർ ട്രാൻസ്ഫോംസ് എ ടെക്നിക്കൽ ഡിസ്കവറി ഓർ ആൻ ഇൻവെൻഷൻ ഇൻ ടു ഫൈനാൻഷ്യലി വയബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ മുന്നിലുള്ള ഒരു ടെക്നിക്കലി ഡെവലപ്പ് ചെയ്ത ഓപ്പർച്യൂണിറ്റീനെ അല്ലെങ്കിൽ ഒരു സാധ്യതയെ, ഒരു ടെക്നോളജിക്കൽ സാധ്യതയെ നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് എത്തിക്കുക. അത് വയബിൾ വേയിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ കൊണ്ട് അടുത്തൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് പ്രോപ്പർലി ലോഞ്ച് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ച് സ്കെയിൽ ചെയ്യുന്ന വ്യക്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്നോവേറ്റർ എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എന്താണ്? ഇന്നോവേറ്റേഴ്സ് ആണ്. അല്ലാതെ അവരെന്തല്ല? ഇൻവെന്റർ അല്ല. സോ ഇതാണ് ബേസിക്കലി ജോസഫ് ഷംപീറ്ററിന്റെ തിയറി കൂടെ പറയുന്നത്. റൈറ്റ്, നമുക്ക് അടുത്ത തിയറിയാണ് തിയറി ഓഫ് ലോക്കസ് ഓഫ് കൺട്രോൾ. അപ്പൊ ഈ തിയറി ഓഫ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ജൂലിയൻ റോട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. അദ്ദേഹം 1950s കോയിൻ ചെയ്ത ടേം ആണ് തിയറി ഓഫ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്: ആസ് ആൻ ഇൻഡിവിജ്വൽസ് വ്യൂ ആൻഡ് പെർസ്പെക്റ്റീവ് അബൌട്ട് ദ അണ്ടർലൈങ് കോസസ് ഓഫ് ദ ഇവന്റ്സ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യൂസ്, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ എൻറ്റയർ പെർസ്പെക്റ്റീവ്സ് അബൌട്ട് സീയിങ് ആൻ ഇവന്റ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ്, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ എല്ലാത്തിന്റെയും കോമ്പിനേഷനെയാണ് എന്ത് വിളിക്കുന്നത്? ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരെയും ഓരോ സ്റ്റേജസിൽ നമ്മൾ എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അടുത്ത വ്യക്തികളാക്കി മാറ്റുന്നത്. അപ്പൊ ആ ഓരോ സാഹചര്യങ്ങളെ കുറിച്ചുമാണ് തിയറി ഓഫ് ലോക്കസ് ഓഫ് കൺട്രോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് അവരെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വാസ് ഫൗണ്ട് ടു ബി പോസിറ്റീവ്ലി കോറിലേറ്റഡ് വിത്ത് ഇന്റൻഷൻ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഇതിനകത്ത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന, അദ്ദേഹവുമായിട്ട് മാത്രം ചുറ്റപ്പെട്ട് നിൽക്കുന്ന കൺട്രോൾസിനെയാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സ്, പക്ഷെ അദ്ദേഹത്തിന്റെ പരിധിയിലല്ലാത്ത മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ തിയറി പ്രധാനമായിട്ടും പറയുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ഒരു പോസിറ്റീവ് ആയിട്ട് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികൾക്ക് എന്തുണ്ട്? മോർ
അങ്ങനെയുള്ള വ്യക്തികളാണ് കൂടുതലും എന്ത് തുടങ്ങാനായിട്ട് സാധ്യത, ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലെന്നാണ് ഈ തിയറി ഓഫ് ലോക്കസ് ഓഫ് കൺട്രോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതുപോലെ റോച്ച് ആൻഡ് ഫ്രസ് എന്ന് പറഞ്ഞ ആള് 2000 അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ അദ്ദേഹം ഒരു പോയിന്റ് ചെയ്യുന്നുണ്ട്. കമ്പയർഡ് ടു അതർ ഗ്രൂപ്പ്സ്, കമ്പനീസ് ഓണേഴ്സ് ഹാവ് എ മാർജിനലി ഗ്രേറ്റർ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. സിമിലർ ആയിട്ടുള്ള ഒരു വേ ആണ് ഇത്, തിരിച്ചൊരു വേയിൽ പറയുന്നതേ ഉള്ളൂ. മറ്റ് പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കമ്പനി ഓണേഴ്സിന് എന്തുണ്ട്, ഒരു ഗ്രേറ്റർ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളതായിട്ടാണ് റോച്ച് ആൻഡ് ഫ്രസിന്റെ 2000 സ്റ്റഡി പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി ഓഫ് ഡേവിഡ് മക്ലെലാൻഡ്. സോ ഡേവിഡ് മക്ലെലാൻഡിന്റെ നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി ബേസിക്കലി മാനേജ്മെന്റ് സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറീസിൽ ഒന്നാണ്. അപ്പൊ ഈ ഒരു തിയറിനെ നമ്മൾ ഇവിടെ ഒരു എന്റർപ്രണർഷിപ്പ് ജേർണി ആയിട്ട് കണക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കുമുള്ള മോട്ടിവേഷൻസ് ആണ് അദ്ദേഹത്തിന് അൾട്ടിമേറ്റ്ലി എന്റർപ്രണർ ആകാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുന്നതാണ് പറയുന്നത്. ബേസിക്കലി മക്ലെലാൻഡ് തിയറി പറയുന്നത് എന്റർപ്രണർഷിപ്പിനെ മാത്രം കണക്ട് ചെയ്തില്ല, അദ്ദേഹം പറയുന്നത് എൻറ്റയർ ബിസിനസ് ജനറൽ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ടാണ് ഡേവിഡ് മക്ലെലാൻഡ് അദ്ദേഹത്തിന്റെ തിയറി പറയുന്നത്. പക്ഷെ നമ്മളിവിടെ നമ്മുടെ ആ ഒരു തിയറി ലിറ്റിൽ ബിറ്റ് മെർജ് ചെയ്തിട്ട് നമ്മുടെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്റർപ്രണർഷിപ്പ് ആസ്പെക്റ്റിലേക്ക് മാത്രം കോറിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ചീവിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ക്ലിയർലി പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് മോട്ടിവേഷൻ ആണ് ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടാകണം. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ബെറ്റർ ആയിട്ടുള്ള എന്റർപ്രണർഷിപ്പ് ജേർണിയിലേക്ക് പോകാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. നിങ്ങൾ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ ബിസിനസ്സുകാരെ എടുത്ത് നോക്കുക, അവർക്ക് എന്തുണ്ടാവും, ഒരു പ്രോപ്പർ ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു മോട്ടിവേഷനെ ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അൾട്ടിമേറ്റ്ലി അവരെ ആ ഒരു പാഷൻ ഡ്രിവൺ ആയിട്ട് ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് അവര് മൂവ് ഔട്ട് ചെയ്യുന്നത്. This desire to succeed and attain goals is what motivate the successful entrepreneurs. ഇങ്ങനെ ഉള്ള ആ ഡിസയർ, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, എനിക്ക് ഓരോ ലെവൽസിലും അതിനെ സ്കെയിലപ്പ് ചെയ്യണം, എനിക്കിത് നേടണം എന്നുള്ള ആ ഒരു പാഷൻ, അതാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് ഡിസയർ ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ വ്യക്തിനെ സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് ആയിട്ട് മാറ്റുന്നതാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സൈലത്തിന്റെ ഡോക്ടർ അനന്തുവിന്റെ വീഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓരോ ലെവൽസിലും എന്നെ അടുത്തതിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനും ഓരോന്നും ഡെവലപ്പ് ചെയ്യാനായിട്ടും ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇന്റേണൽ ഫോഴ്സ് ആണ്. ആ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഡോപ്പോമിൻ റിലീസ് എന്നാണ് പറഞ്ഞത്. അതായത് എനിക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും കിട്ടുന്ന എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി എനിക്ക് എന്തുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോപ്പോമിൻ റിലീസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡോപ്പോമിൻ റിലീസിന് വേണ്ടിയാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടുകളാണ്. അത് തന്നെയാണ് ഈ ഡേവിഡ് മക്ലെലാൻഡ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇന്റേണലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ലെവലിലേക്ക് ഈ ബിസിനസിനെ സ്കെയിലപ്പ് ചെയ്യാനും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് ഈ മക്ലെലാൻഡ് തിയറിയിൽ പറയുന്നത്. ഇനി മക്ലെലാൻഡ് തിയറിക്ക് അടുത്തൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. അദ്ദേഹം ബേസിക്കലി അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ്, ഓരോ വ്യക്തികളുടെയും ലൈഫ് എക്സ്പീരിയൻസസ് ഇവൻച്വലി ലീഡ്സ് ദം ടു ദ എമർജൻസ് ഓഫ് 3 മെയിൻ ഫോംസ് ഓഫ് ഡിസയേഴ്സ്. ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽസിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, ഡിസയറുകളിലെ 3 കാറ്റഗറി ഓഫ് ഡിസയേഴ്സ് ആയിട്ട് തിരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ. 3 ആയിട്ട് തിരിക്കാം. നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ എന്നിങ്ങനെ 3 ആയിട്ട് തിരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിസയർ ആൻഡ് മോട്ടിവേഷൻ ടു സക്സീഡ്, പ്രോഗ്രസ് ആൻഡ് ഗ്രോ. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സക്സസ് ആകണം, നീ സക്സസ് ആയാൽ മാത്രം പോലെ അവിടെ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് പ്രോഗ്രസ് ഉണ്ടാകണം, വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം, അടുത്ത ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഉള്ള ഒരാൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ബിസിനസ്സുകാരനാകത്തുള്ളൂ. ഇതില്ലെങ്കിൽ അയാൾക്ക് എന്താകാൻ പറ്റില്ല, ഒരു ബിസിനസ്സുകാരനായിട്ട് പറ്റില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, നീഡ് ഫോർ പവർ ആണ്. വൺസ് യു ആർ ഇൻ ടു ദ ബിസിനസ് ആൻഡ് വൺസ് യു എസ്റ്റാബ്ലിഷ് യുവർ ബിസിനസ്, നൗ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ദാറ്റ് യു റിക്വയർ സം പവർ. നിങ്ങൾക്ക് പൈസയുണ്ട്, നിങ്ങൾ കുറച്ച് ഇതായി, പക്ഷെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് അറിയപ്പെടണം. ഇനി കുറച്ച് അറിയപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, കാര്യമുള്ളൂ, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ കുറച്ച് ആൾക്കാർ അറിയപ്പെടുന്ന ആളായിട്ട് മാറണം, നിങ്ങളൊരു ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആയിട്ട് മാറണം. ഇതൊക്കെയാണ് അടുത്ത ലെവലിലുള്ള ഇതെന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് നീഡ് ഫോർ പവർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കിയറിയാം, ഓരോ ബിസിനസ്സുകാരും ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, അടുത്ത അധികാരത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കും, അല്ലെ? അടുത്ത ഒരു പവറിലേക്ക് വരാനായിട്ട് നോക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ജിന്ദാൽ ഗ്രൂപ്പിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും.
അപ്പൊ ജിന്താൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JSPL, JSW സിമെന്റ്സ്, പെയിന്റ്സ് ഇതെല്ലാം ഓൺ ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പാണ്. അവർക്ക് വലിയ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഇതില് ഈ ജിന്താൽ ഗ്രൂപ്പിന് അൾട്ടിമേറ്റ്ലി വൺസ് ദേ ഹാഡ് സക്സസ്ഫുൾ ദർ ഇസ് എ പർട്ടിക്കുലർ പേഴ്സൺ കോൾ നവീൻ ജിന്താൽ. സോ നവീൻ ജിന്താല് ഇത് നിങ്ങൾക്ക് നോക്കി അറിയാം, ഹരിയാനയിൽ നിന്നുള്ള കുരുക്ഷേത്ര കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MP ആണ്. സോ അദ്ദേഹം നേരത്തെ MP ആയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് MP ആയിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, വൺസ് you become a successful in business, you will always think for something extra. That something extra is what? Power. You need to be recognized by someone else. You need to be recognized by the society. അങ്ങനെയുള്ള ഒരു പവർ അച്ചീവ്മെന്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ലെവലിലേക്ക് പോകുന്നത്. പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ, ഇതിന്റെ ഒരു അടുത്തൊരു ലെവലാന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത് പവർ കിട്ടി, പക്ഷേ ഇനി എന്ത് ചെയ്യണം, എന്നെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഒരു റെസ്പെക്ട് ചെയ്യണം, ബഹുമാനം തരണം, കൂടുതൽ ആൾക്കാർ സോഷ്യൽ സെക്ടറിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, കുറെ അധികം നമ്മളെ അപ്രൈസ് ചെയ്യണം. ഇതൊക്കെ അതിന്റെ ഒരു അടുത്ത ലെവലാണ്. അപ്പൊ ആ ഒരു അടുത്ത ലെവലിലേക്ക് എത്തിയിട്ടുള്ളവരാണ് വലിയ വലിയ ബിസിനസ്സുകാർ, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം രത്തൻ ടാറ്റയുടെ കേസോ, അപ്പം അതുപോലെ തന്നെ അംബാനിയുടെ കേസോ ഒക്കെ നോക്കിയറിയാം. അവർ ഇന്ന് നോക്കുന്നത് എന്തല്ല, നീഡ് ഫോർ പവറും നീഡ് ഫോർ അച്ചീവ്മെന്റും അല്ല. കാരണം അതൊക്കെ അവർ എന്നേ നേടിക്കഴിഞ്ഞു. ഇന്ന് അവർ നോക്കുന്നത് സൊസൈറ്റി മൊത്തം അവരെ എന്ത് ചെയ്യുന്നുണ്ടോ, ഹെൽപ്പ് നല്ല രീതിക്ക് കാണുന്നുണ്ടോ, അവര് നല്ല രീതിയിൽ അഫിലിയേഷൻ തരുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. സോ അതാണ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒരു സക്സസ്ഫുൾ എന്റർപ്രണർഷിപ്പിന്റെ ലൈഫ് ബ്ലഡിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബ്വിയസ്ലി അച്ചീവ്മെന്റ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അയാൾ സസ്റ്റെയിൻ ചെയ്ത് സ്കെയിലപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷനെ കൂടെ കണ്ടിട്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് തിയറി ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ബൈ ക്നൈറ്റ് ആണ്. പ്രൊഫസർ ക്നൈറ്റും അതുപോലെ തന്നെ ജോൺ സ്കോട്ട് മില്ലും കൂടെ അവർ ഡെവലപ്പ് ചെയ്ത ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അപ്പം ഈ തിയറി ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഈ പേര് സൂചിപ്പിക്കുന്നത് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ദ റിസ്ക് ബിയറിംഗ് തിയറി സ്റ്റേറ്റ് ദാറ്റ് ദ എന്റർപ്രണേഴ്സ് മേക്ക് പ്രോഫിറ്റ് ബൈ നിയർലി ടേക്കിംഗ് റിസ്ക്. ഓരോ എന്റർപ്രണേഴ്സും എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ലാഭം ഉണ്ടാക്കുന്നത് അവർ റിസ്ക് എടുക്കുന്നതിൽ കൂടിയാണെന്നാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറി പറയുന്നത്. അപ്പൊ അത് വളരെ ലോജിക്കലി കറക്റ്റുമാണ്. നിങ്ങൾ നോക്കുക, ഒരു വ്യക്തിയെ എന്റർപ്രണൂർ ആക്കുന്നതും ഇൻട്രാപ്രണൂർ ആക്കുന്നതും ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈ ഒരു റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി മാത്രമാണ്. നമ്മൾ അതിന്റെ തുടക്കത്തിൽ പഠിച്ചിരുന്നു എന്റർപ്രണൂറും ഇൻട്രാപ്രണൂറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു, ഒരു ഇന്നോവേറ്റീവ് സ്കിൽസ് ഉള്ള എന്തൂസിയാസം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്റർപ്രണൂർ. പക്ഷെ അദ്ദേഹം ഒരു ഓർഗനൈസേഷനത് ഒതുങ്ങി നിൽക്കുന്നതിന്റെ കാര്യം എന്താണ്, അദ്ദേഹത്തിന് റിസ്ക് എടുക്കാനായിട്ട് റെഡിയല്ല, അല്ല എങ്കിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഫണ്ട് സോഴ്സ് ചെയ്യാനുള്ള ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇവിടെ ക്ലിയർ കട്ട് ആയിട്ട് ഈ പ്രൊഫസർ ക്നൈറ്റ് ആൻഡ് പ്രൊഫസർ മില്ല് പറയുന്നത് ഇതാണ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണോ, സോ നിങ്ങൾ എന്തുമാത്രം ഡിഗ്രി ഓഫ് റിസ്ക് എടുക്കാൻ റെഡിയാണ്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. സോ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം സിംപ്ലി പറയുന്നത്, the amount of profit earned is a function of the level of uncertainty borne by the entrepreneur. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സംരംഭത്തിൽ എന്തുമാത്രം അൺസർട്ടനിറ്റീസ്, എന്തുമാത്രം ഡിഫിക്കൽട്ടീസ്, എന്തുമാത്രം പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ, അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ ഡിഗ്രി, നിങ്ങൾ എന്തുമാത്രം ഡിഗ്രി എടുക്കുന്നുണ്ടോ ആ ഡിഗ്രി ഓഫ് റിസ്കിനുള്ള റിവാർഡാണ് നിങ്ങളുടെ എന്റർപ്രണറിയൽ സക്സസ്. ആ സക്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ്. So the profit is simply the function of the level of uncertainty borne by the entrepreneur എന്നാണ് ആര് പറയുന്നത്? പ്രൊഫസർ ക്നൈറ്റ് ആൻഡ് പ്രൊഫസർ മില്ല് അവരുടെ തിയറി കൂടെ അവർ ഡെവലപ്പ് ചെയ്ത് പറയുന്നത്. സോ ഒബ്വിയസ്ലി അപ്പൊ നമുക്കറിയാലോ, ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹയർ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ബേസിക് ഫൈനാൻസിലെ അതേ അസംഷൻ തന്നെയാണ് പ്രൊഫസർ ക്നൈറ്റും പ്രൊഫസർ മില്ലും കൂടെ എന്റർപ്രണർഷിപ്പ് തിയറിയിലൂടെ അവർ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അടുത്തത് തിയറി ഓഫ് കൾച്ചറൽ വാല്യൂസ് ബൈ തോമസ് കൊച്ച്റാൻ. സോ ഈ തോമസ് കൊച്ച്റാൻ ബേസിക്കലി ഒരു കൾച്ചറൽ ആൻഡ് ആന്ത്രപ്പോളജി സ്റ്റഡി പേഴ്സൺ ആണ്. സോ അൾട്ടിമേറ്റ്ലി ഇദ്ദേഹം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അദ്ദേഹം ഒരു മോഡൽ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ തിയറി കൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. മോഡൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഓരോ വ്യക്തികളും അവര് ജനിച്ചു വരുന്ന സമൂഹം ഓരോ മോഡൽ പേഴ്സണാലിറ്റീസിനെ അല്ലെങ്കിൽ ഓരോ മോഡൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബിസിനസ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ അവിടെ എന്തുണ്ട്, ആ ഒരു ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരു ബിസിനസ് അക്യൂമെന്റ് ഉണ്ടാവും.
സോ ആ ബിസിനസ് എക്യുപ്മെന്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ്, ഫണ്ട് റൈസിങ് മെക്കാനിസംസ്, ടെക്നിക്കൽ സ്കിൽസ് എല്ലാം പഠിച്ചെടുക്കാം. പക്ഷെ ബിസിനസ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പലര് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ അല്ലെങ്കിൽ അവർ കടന്നു വന്ന വഴികളിൽ കൂടെ അവരുടെ കൾച്ചർ, അവരുടെ സൊസൈറ്റിയിൽ കൂടെ എല്ലാം തന്നെ എന്താ ഉണ്ടാകുന്നതാണ്, അവരെ പരിവർത്തനം ചെയ്തെടുക്കുന്നതാണ്. സോ ഇതാണ് അദ്ദേഹം മോഡൽ പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ക്ലിയർലി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ഏത് സൊസൈറ്റിയാണോ ഉള്ളത് ആ സൊസൈറ്റിയുടെ ഐഡിയൽ പേഴ്സണാലിറ്റി അല്ല ആ സൊസൈറ്റിയുടെ ഐഡിയൽ പെർസോണ ആയിരിക്കും നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതിന് വളരെ ക്ലിയർ കട്ട് ആയിട്ട് അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു വെക്കുന്നു. നമുക്ക് ഇന്ത്യയിലെ തന്നെ കേസ് എടുക്കുക. ഇന്ത്യയിലെ മാർവാഡീസ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗുജറാത്തി കമ്മ്യൂണിറ്റി, ഇന്ത്യയിലെ പട്ടേൽസ്, സോ അതുപോലെ തന്നെ നമ്മുടെ ലെബനോണിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ഫേമസ് ആണ് ബിസിനസ് ചെയ്യുന്നതിൽ. അതുപോലെ എന്താണ് ഇന്ത്യയിലെ തന്നെ ജിന്ദാൽ കമ്മ്യൂണിറ്റീസ്, മുഞ്ചാൽ കമ്മ്യൂണിറ്റീസ്. സോ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി എന്താണ്, ഒരു ബിസിനസ് ഓറിയന്റേഷനെ കൂടെ വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അവര് പഠിച്ചിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതാണ് അവരെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നയിക്കുന്നതെന്നാണ് ഈ പറഞ്ഞ പ്രൊഫസർ തോമസ് ആൻഡ് കൊച്ച്റാൻ എന്ന് പറയുന്ന വ്യക്തി ക്ലിയർലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇതിനകത്ത് ക്ലിയർലി നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ റൈറ്റ് ചെയ്യേണ്ടതാണ് മോഡൽ പേഴ്സണാലിറ്റി ആണ് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. മോഡൽ പേഴ്സണാലിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മോഡൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ചു വന്നിട്ടുള്ള നിങ്ങളുടെ സമൂഹം, അവിടുത്തെ കൾച്ചറൽ ട്രേറ്റ്സ്, അവിടുത്തെ സൊസൈറ്റൽ ട്രേറ്റ്സ്, അവിടുത്തെ അനുബന്ധമായിട്ടുള്ള നിങ്ങൾ ജനിച്ചു വന്നപ്പോൾ ഉള്ള എല്ലാ ഘടകങ്ങളും, ഈ ഘടകങ്ങളുടെ എല്ലാം കൂടെ ഉള്ള സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ കോമ്പിനേഷനെയാണ് അദ്ദേഹം എന്ത് വിളിക്കുന്നത്, മോഡൽ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി എന്തായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ്? അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു ഗുജറാത്തി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മാർവാടി കമ്മ്യൂണിറ്റി വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ബിസിനസ്സുകാരായിട്ട് മാറുന്നതിന് കാര്യം എന്താണ്? അവര് ബിസിനസിന്റെ ഓരോ ട്രേഡ്സും ഓരോ ലെവൽസിൽ, അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഓരോ ലെവൽസിൽ കണ്ടു വളർന്നതാണ്. സോ അവരുടെ ചൈൽഡ്ഹുഡിൽ തന്നെ അവരുടെ ചെറിയ കടയിലിരിക്കുന്നു, അവർ തന്നെ പേരന്റൽ ബിസിനസ്സിൽ ഇരിക്കുന്നു, ഓരോ ലെവൽസിന്റെ സ്കെയിലപ്പ് കണ്ടുവരുന്നു. സോ അൾട്ടിമേറ്റ്ലി അവർ നോർമൽ എന്തിലേക്ക് തന്നെ പോകും, ആ ബിസിനസ്സിലേക്ക് തന്നെ പോകും. അപ്പൊ ഈ ഒരു കോമ്പിനേഷനെയാണ് അൾട്ടിമേറ്റ്ലി എന്ത് വിളിക്കുന്നത്, മോഡൽ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ തന്നെ പാകിസ്ഥാനിലെ മേമൻ കമ്മ്യൂണിറ്റി, ഈ പാകിസ്ഥാനിലെ മേമൻ കമ്മ്യൂണിറ്റിയും അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിറ്റീസിനെ കാണാൻ സാധിക്കും. കാരണം അവര് ജനിച്ചു വളർന്നിട്ടുള്ളതിനകത്ത് ഒരു 90% ആൾക്കാർ എന്തിലേക്ക് തന്നെ പോകും, ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറും. അവര് വലിയ ബിസിനസ്സുകാരായിട്ട് മാറുമെന്നല്ല അതിന്റെ അർത്ഥം. സോ അൾട്ടിമേറ്റ്ലി അവരുടെ സസ്റ്റനൻസിന് വേണ്ടിയുള്ള ബിസിനസ് ചെയ്യാണ്ട് എന്തുണ്ടാവും, അവർക്ക് അൾട്ടിമേറ്റ്ലി അവർക്ക് ആ ഒരു സ്കിൽ ഉണ്ടാവും, അവർക്ക് ആ ഒരു അക്യുമെന്റ് ഉണ്ടാവും. സോ അതിനെയാണ് ഓൾ ടുഗെദർ എന്ത് വിളിക്കുന്നത്, മോഡൽ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അല്ലാതെ നിങ്ങൾ കാണുമ്പോൾ ഒരു ടോപ്പ് 5,000 crore 10,000 crore ബിസിനസ് ചെയ്യുന്ന ആളാകുന്നു എന്നുള്ള അസംഷൻ ഉണ്ടായത്. മറിച്ച് നിങ്ങളൊരു നോർമലി ഒരു മേ ബി ദേ ആർ ഡൂയിങ് എ 1 crore or 2 crore or 3 crore ബിസിനസ്, ബട്ട് അൾട്ടിമേറ്റ്ലി ദേ ആർ ഡൂയിങ് എ ബിസിനസ്, ദേ ആർ നോട്ട് ഗോയിങ് ഫോർ എനി അതർ പർട്ടിക്കുലർ ജോബ്. സോ ഇതാണ് ഈ ഓരോ കമ്മ്യൂണിറ്റി ട്രേറ്റ്സ് മറ്റു ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നോ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു തിയറി ഓഫ് എന്റർപ്രന്യൂറിയൽ ഓൾട്ടേർനസ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഇത് പ്രൊഫസർ ഇസ്രായേൽ ക്രിസ്നർ പുട്ട് ഫോർവേഡ് ചെയ്ത ഒരു തിയറിയാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ദ എന്റർപ്രന്യൂറിയൽ ഡിസ്കവറൽ തിയറി എന്ന് പറഞ്ഞൊരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് അദ്ദേഹം ഇവിടെ ഒരു ഡിസ്കസ് ചെയ്യുകയാണ്. ഇവിടെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആൻ എന്റർപ്രന്യൂർ ഇൻ എലിമിനേറ്റിംഗ് മാർക്കറ്റ് പ്രൈസ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആൻഡ് ബ്രിങ്ങിങ് ദ മാർക്കറ്റ് ക്ലോസർ ടു ഇക്വിലിബ്രിയം. സോ ഇദ്ദേഹം ഇവിടെ പറയുന്നത് മാർക്കറ്റ് ഡിസ്ഫങ്ഷൻ എപ്പോഴും ഉണ്ടാവും. ഒരു മാർക്കറ്റിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രൈസ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പ്രൈസ് തീരെ കുറവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ പല ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ആ ഡിസ്ഫങ്ഷൻസിനെ എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്, ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്റർപ്രന്യൂർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ദ അണ്ടർലൈങ് ഫാക്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻ include bounded rationality and asymmetric distribution of information. ഇൻഫർമേഷൻ അസിമെട്രിക് ആയിരിക്കുന്നത്, ഒരേപോലെയുള്ള ഇൻഫർമേഷൻ എല്ലാ വ്യക്തികളിലേക്കും കിട്ടാതിരിക്കുന്നതും, അതുപോലെ ബൗണ്ടഡ് റാഷണാലിറ്റി. ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് ഓരോ പോയിന്റ് ഓഫ് വ്യൂവിലും ഈ പറഞ്ഞ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഓരോ മാർക്കറ്റിലും ഉണ്ടാകാനുള്ള കാര്യം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്റർപ്രനർ എന്ത് ചെയ്യുന്നു, ഈ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡിസ്ഫങ്ഷൻസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കുറച്ചുകൂടെ സിമ്പിൾ ആക്കി പറയുവാണെങ്കിൽ, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഒരു നാട്ടിലെ ഒരു മാർക്കറ്റ്, എ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് എടുക്കുക.
എ എന്നൊരു പറഞ്ഞ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് 100 രൂപയ്ക്കാണ് വിൽക്കുന്നത് വിചാരിക്കുക. അവിടെ ഒരു വ്യക്തി മാത്രമേ വിൽക്കുന്നുള്ളൂ 100 രൂപയ്ക്ക്. മറ്റു വ്യക്തികളെല്ലാം കൂടെ 80 രൂപയ്ക്കാണ് വിൽക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു കാർട്ടൺ ഫോം ചെയ്യും. ആ 100 രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും അവിടെ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ അപ്പൊ 80 രൂപയ്ക്കുള്ളത് തന്നെ വിറ്റുപോകും. പക്ഷെ നിങ്ങളുടെ ഒരു 50 കിലോമീറ്റർ മാറിയുള്ള ഒരു മാർക്കറ്റിൽ അതേ സാധനം 75 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ അൾട്ടിമേറ്റ്ലി ഇതേ ആൾക്ക് തന്നെ ഈ 75 രൂപയ്ക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് സ്റ്റോറി അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള അടുത്ത മാർക്കറ്റിൽ കൊണ്ട് 75 രൂപയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റുമെങ്കിൽ ആ മാർക്കറ്റ് ഡിസ്ഫങ്ഷനിങ് ഇല്ലാതാവും. കാരണം മാർക്കറ്റിൽ ശരിക്കും റിയൽ പ്രൈസ് മേ ബി 70 or 75 ഉള്ളാവും. ഇവിടെ ഒരു കാർട്ടൺ ഫംഗ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് 80 രൂപയ്ക്ക് മാത്രം സാധനങ്ങൾ വിറ്റ് പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യക്തി വന്നിട്ട് പ്രോപ്പർ ആയിട്ട് അദ്ദേഹത്തിന് 75 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈസ് എ ഗുഡ് എന്റർപ്രണർ. സോ അൾട്ടിമേറ്റ്ലി ദ മാർക്കറ്റ് പ്രൈസ് ഇൻ ദിസ് മാർക്കറ്റ് ഓൾസോ വിൽ കം ഡൗൺ ടു ₹75 അല്ലെ? അപ്പൊ 75 രൂപയിലേക്ക് കം ഡൗൺ ചെയ്യും. അൾട്ടിമേറ്റ്ലി അവിടുത്തെ കൺസ്യൂമേഴ്സിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. സോ ഇതാണ് അൾട്ടിമേറ്റ്ലി ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ കൂടെ അല്ലെങ്കിൽ എന്റർപ്രണറിയൽ ഡിസ്കവറി തിയറി കൂടെ എന്ത് ചെയ്യുന്നത് പ്രൊഫസർ കൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം കോൺസെപ്റ്റ് ക്ലിയർ കട്ട് ആക്കുക. അദ്ദേഹം എന്താണ് ശ്രമിക്കുന്നത്? മാർക്കറ്റിന്റെ ഫംഗ്ഷൻ അല്ലെ മാർക്കറ്റിന്റെ പ്രൈസ് മെക്കാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡിസ്കവർ ചെയ്യാൻ പറ്റും. എന്തിൽ കൂടെ? ഒരു എന്റർപ്രണറിയൽ ആക്ടിവിറ്റിയിൽ കൂടെ. ഇതാണ് എന്റർപ്രണറിയൽ ഡിസ്കവറി തിയറി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അതായത് 80 രൂപയ്ക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ഒരു വ്യക്തി സ്ട്രോങ് ആയിട്ട് വന്നിട്ട് 75 രൂപയ്ക്കാണ് വിറ്റ് അവിടെ സെല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ultimately the market price is rediscovered. Otherwise അവിടുത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 80. ഇപ്പൊ എത്രയായിട്ട് മാറി? 75. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്? ഒരു റീഡിസ്കവറി പ്രോസസ് ആണ് നടക്കുന്നത്. സോ ഇതിനെയാണ് എന്റർപ്രണറിയൽ ഡിസ്കവറി തിയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം കുറച്ചധികം ഓൾട്ടറേഷൻസ് കൂടെ 1-2 റിസർച്ചേഴ്സ് വരുത്തിയിട്ടുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള റിസർച്ചറാണ് ടാങ് എന്ന് പറയുന്നത്. ടാങ് ആൻഡ് ഹിസ് ഫെല്ലോ റിസർച്ചേഴ്സ്. അപ്പൊ ടാങ് എറ്റോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നിങ്ങൾ റിസർച്ച് മെത്തഡോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. രണ്ടിലധികം ഓതേഴ്സ് ഉണ്ടാകുമ്പോഴാണ് എറ്റോൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെ 2012 പേപ്പറിൽ അവർ പ്രോസസ് ചെയ്യുന്ന കുറച്ചൊരു അഡീഷൻ ഉണ്ട്. അതിൽ അവർ പറയുന്നത് ദ ഫംഗ്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് 3 റിലേറ്റഡ് കോഗ്നിറ്റീവ് പ്രോസസ്. 3 കോഗ്നിറ്റീവ് പ്രോസസ്സുകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാമെന്നാണ് ഈ ടാങ് എറ്റോൾ പറയുന്നത്. അപ്പൊ അവര് പറയുന്നത് 3 ഫംഗ്ഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ ഇൻഫർമേഷൻ ആണ്. 2 മേക്കിംഗ് അസോസിയേഷൻ ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഫർമേഷൻ ആണ്. അടുത്തത് ഗ്യാതേർഡ് ആൻഡ് ഇൻഫർമേഷൻ ഗ്യാതേർഡ് ആൻഡ് അടുത്തത് ഇവാലുവേഷൻ ആൻഡ് ജഡ്ജ്മെന്റ്. അത് 3 പ്രോസസ് ആണ്. ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം. സെർച്ച് ഓഫ് ഇൻഫർമേഷൻ, പിന്നെ അടുത്തത് എന്താണ്? മേക്കിംഗ് അസോസിയേഷൻ കണക്ഷൻ ബിറ്റ്വീൻ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ജഡ്ജ്മെന്റ് അല്ലെ? ഞാൻ മനസ്സിലാക്കി ഈ മാർക്കറ്റിൽ 80 രൂപയ്ക്ക് താഴെ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു മാർക്കറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ട്. ആ ഡിസ്ഫങ്ഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ അതെന്താണ്? ഞാൻ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തതാണ് അല്ലെ? ഇനിയും ഞാൻ എന്ത് ചെയ്യണം? അതിനകത്ത് ഞാൻ അസോസിയേഷൻ കണക്ട് ചെയ്യണം. എനിക്ക് 75 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ട് വിൽക്കാൻ പറ്റുമോ? അതിനുള്ള സാധ്യത ഈ മാർക്കറ്റിലുണ്ടോ എന്ന് ഞാൻ നോക്കണം. അതായത് ഞാൻ എന്റെ റോ മെറ്റീരിയൽ കോസ്റ്റിലെ ഈ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ 75 രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിൽ എനിക്ക് പ്രോഫിറ്റബിൾ ആവുമോ ലോങ് ടേമിൽ എന്ന് ഞാൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ട് വിൽക്കാനായിട്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് അസോസിയേഷൻ കണക്ഷൻ ബിറ്റ്വീൻ ഇൻഫർമേഷൻ ഗ്യാതേർഡ്. നമ്മൾ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷനും നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ആണ് വെച്ച് നോക്കുന്നു ഇത് ഫീസിബിലിറ്റി ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ ആൻഡ് ജഡ്ജ്മെന്റിലേക്ക് പോകും. നമ്മൾ ഫൈനലായിട്ട് അത് അവിടെ കൊണ്ട് വെക്കാം, അത് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. സോ ഇതാണ് അൾട്ടിമേറ്റ്ലി എന്ത് പറയുന്നത്? നമ്മൾ കണ്ട തിയറി ഓഫ് എന്റർപ്രണറിയൽ ഓൾട്ടർനേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെ ക്ലിയർലി എന്റർപ്രണറിയൽ ഡിസ്കവറി തിയറി എന്ന് തന്നെ വിളിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദോ അതിനുശേഷം കുറെ അധികം ഓൾട്ടറേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത് പ്രൈസ് ഡിസ്കവറി ആണ് നോർമലി എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആക്ടിവിറ്റി കൂടെ നടക്കുന്നത്. അതായത് ഒരു എന്റർപ്രണർ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എവിടെയാണോ ഡിസ്ഫങ്ഷൻ ഉള്ളത്, മാർക്കറ്റിലെ ഡിസ്ഫങ്ഷൻ എവിടെയാണോ ആ ഡിസ്ഫങ്ഷനെ ഇല്ലാതാക്കി ഒരു ബെറ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൺസ്യൂമേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്റർപ്രണറിയൽ ഡിസ്കവറി തിയറി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്റർപ്രണറിയൽ ഡിസ്കവറി തിയറി എന്ന് വിളിക്കുന്നത്? ഒരു ന്യൂ ഡിസ്കവറി പ്രോസസ് ആണ് ഉണ്ടാകുന്നത്. ആര് വഴി? ഒരു എന്റർപ്രണർ വഴി. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എന്റർപ്രണറിയൽ ഡിസ്കവറി തിയറി. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ മാക്സിമം ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എഴുതാൻ ശ്രമിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ലാസ്റ്റ് എക്സാമിനേഷന് നിങ്ങൾക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർപ്രണറിയൽ തിയറീസിനെ കുറിച്ച് ഒരു നോട്ട്സ് എഴുതാനായിട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പം അങ്ങനെ തന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും 1-2 തിയറീസ് തന്നെ എടുത്തെടുത്ത് കമ്പാരിറ്റീവ് റൈറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതിനെല്ലാം നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കും. ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള തിയറീസ് ആണ്. ഇതിനെക്കുറിച്ച് ഇത്രയെങ്കിലും ബേസിക് ആയിട്ട് എഴുതാൻ പറ്റണം. നിങ്ങൾ പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ആ നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഇഗ്നോർ ടെക്സ്റ്റ് ബുക്ക്, അത് ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് കുറെ അധികം അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്, അതെല്ലാം വായിക്കുക.
പിന്നെ ആർക്കെങ്കിലും ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 2 അഡീഷണൽ ടെക്സ്റ്റ് ബുക്കുകൾ, എനിക്ക് ഫേമസ് തോന്നിയ 2 അഡീഷണൽ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റീസ് കിട്ടുന്നതാണ്. നമുക്ക് ടുവേർഡ്സ് ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ 1-2 തിയറീസ് കൂടിയാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ദ തിയറി ഓഫ് റിസോഴ്സ് ആൻഡ് കേപ്പബിലിറ്റീസ്. തിയറി ഓഫ് റിസോഴ്സ് ആൻഡ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് 3-4 ഓതേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇത് ഏറ്റവും പ്രധാനമായിട്ടും ഈ തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ചാൻഡ്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ചാൻഡ്ലർ, ടിൽസ് ആൻഡ് ആൻസോഫ്, ഇവർ 3 ആൾക്കാരാണ് ഏറ്റവും കൂടുതലും ഈ തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇത് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ദ ഔട്ട്കം ഈസ് എ ക്രിയേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഇക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഒരു ബിസിനസ്സിൽ സസ്റ്റൈനബിൾ ആകണമെന്നുണ്ടെങ്കിൽ, അതായത് ലോങ് ടേമിൽ നിങ്ങൾക്ക് സസ്റ്റൈനബിൾ പ്രോഫിറ്റ് ആൻഡ് സക്സസ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓരോ കൺസ്യൂമേഴ്സിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. എന്താണ് സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ്? സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. എന്താണ് ഈ സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് എത്രയേ ഉള്ളൂ, ഇക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം. അതായത് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കണം? സസ്റ്റൈനബിൾ ഇക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം. വേർഡ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ അറിയാലോ, എപ്പോഴും ഒരു നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടായിരിക്കണം. അതിനാണ് ബെറ്റർ എക്സ്പീരിയൻസ് നമ്മൾ വിളിക്കുന്നത്. ഇനി എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പൈസ മുടക്കുന്ന അയാൾക്ക് എന്ത് ചെയ്യുന്നില്ല തോന്നരുത്. മറിച്ച് ഞാൻ കൊടുത്ത വിലയ്ക്കുള്ള മാന്യമായിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ഞാൻ ഈ പ്രൊഡക്റ്റിലെ സർവീസ് യൂസ് ചെയ്തുകൊണ്ട് കിട്ടിയെന്ന് ഒരു കൺസ്യൂമേഴ്സിന് എന്തും തോന്നലുണ്ടാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് വിളിക്കുന്നത്. ഇത് ലോങ് ടേമിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എന്ത് വിളിക്കുന്നത്? സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം തിയറി ഓഫ് റിസോഴ്സ് കേപ്പബിലിറ്റീസ് പറഞ്ഞതാണ്. റിസോഴ്സസ് എപ്പോഴും ഷോർട്ട് റൺ ആണ്, ലൈക്ക് സ്കേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു കൺസ്യൂമേഴ്സ് എപ്പോഴും നോക്കുന്ന എപ്പോഴും എങ്ങനെയായിരിക്കണം? ലിമിറ്റഡ് പ്രൈസിൽ ബെറ്റർ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ലിമിറ്റഡ് സോഴ്സിൽ ബെറ്റർ സർവീസ് കിട്ടണമെന്നുള്ളതായിരിക്കും. അപ്പം ഇവരെ എപ്പോഴും പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലിമിറ്റഡ് പ്രൈസ് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൊടുക്കാൻ പറ്റണം. അത് ലോങ് ടേമിൽ കൊടുക്കാൻ പറ്റണം. അതിനെയാണ് സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് എക്കണോമീസ് ഓഫ് എക്സ്പീരിയൻസ് ആർ ക്രൂഷ്യൽ ടു എന്റർപ്രണേഴ്സ്, പർട്ടിക്കുലർലി വെൻ ദേ ലോഞ്ച് എ ഫേം. സോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടാകുന്ന എപ്പോഴാണ്? ഒരു പ്രോഡക്റ്റ് ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു സസ്റ്റൈനബിൾ എക്കണോമീസ് വളരെ ക്രൂഷ്യൽ ആയിട്ട് മാറുന്നത്. സോ ഫെർദർ സ്റ്റേജസിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴാണ്? ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂ വെഞ്ചറിൽ തന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് അഡീഷണലി ലോഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു സസ്റ്റൈനബിൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. എസ്പെഷ്യലി ആദ്യത്തെ 6 മാസം അല്ലെങ്കിൽ 2 and 1 year പീരീഡിലായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു പ്രോപ്പറായിട്ട് സസ്റ്റൈൻ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ലാസ്റ്റ് തിയറിയിലേക്ക് നമ്മളിവിടെ എത്തിയേക്കാണ്. തിയറി ഓഫ് എന്റർപ്രണീറിയൽ ബൈക്രോളേജ്. തിയറി ഓഫ് എന്റർപ്രണീറിയൽ ബൈക്രോളേജ്. സോ ബൈക്രോളേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇത് ബേസിക്കലി ഒരു ഫ്രഞ്ച് ആന്ത്രപ്പോളജിസ്റ്റ് ആയ ലെവി സ്ട്രോസ് എന്ന് പറയുന്ന വ്യക്തി 1962 കോയിൻ ചെയ്ത പോയിന്റ് ആണ് തിയറി ഓഫ് എന്റർപ്രണീറിയൽ ബൈക്രോളേജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു എന്റർപ്രണീറിയൽ ബൈക്രോളേജ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, മാനേജ് മാർക്കറ്റ് അൺസർട്ടനിറ്റീസ്, സർവൈവ് ആൻഡ് പെർഹാപ്സ് ഈവൻ ഫ്ലറിഷ് ഡിസ്പൈറ്റ് റിസോഴ്സ് കൺസ്ട്രെയിൻസ്. ഡിസ്പൈറ്റ് റിസോഴ്സ് കൺസ്ട്രെയിൻസ്. അപ്പൊ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതാണ്, ഡിസ്പൈറ്റ് റിസോഴ്സ് കൺസ്ട്രെയിൻസ്. ഓരോ ഓർഗനൈസേഷനും അവരെ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഒരു ഓർഗനൈസേഷന് 100% റിസോഴ്സ് റിസോഴ്സ് ഫുള്ളി അല്ല, അല്ലെങ്കിൽ റിസോഴ്സ് ആംപ്ലിഫൈഡ് അല്ല. മറിച്ച് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ആ കൺസ്ട്രെയിൻസിന്റെ വേരിയബിലിറ്റി ഉണ്ടാവും. എന്നല്ലാതെ ആരും 100% റിസോഴ്സ് ഫുൾ അല്ല. ഇനി 100% റിസോഴ്സ് ഫുൾ ആണെങ്കിൽ പോലും ഒരു എഫിഷ്യന്റ് മാനേജറുടെ അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് ഓണറുടെ ഇഫക്റ്റീവ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓരോ ഓർഗനൈസേഷനെയും കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? തിയറി ഓഫ് എന്റർപ്രണീറിയൽ ബൈക്കോളജി എന്ന് വിളിക്കുന്നത്. ബേസിക്കലി വെൻ യു ആർ ഫേസിങ് സം കൺസ്ട്രെയിൻസ്, ഹൗ യു ആർ ടേക്കിംഗ് എ ബെറ്റർ സർവൈവൽ ഡിസിഷൻ ദാറ്റ് വിൽ ബി കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ മാർക്കറ്റ് ഇൻ ദ ലോങ് റൺ. ഇതാണ് തിയറി ഓഫ് എന്റർപ്രണീറിയൽ ബൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം ഈ ഒരു സ്ലൈഡിൽ കൂടെ. ഇവിടെ നിങ്ങൾ ആ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ബൈക്കോളജി ഡീൽസ് വിത്ത് മേക്കിംഗ് തിങ്സ് ആൻഡ് ക്യാരിങ് ഔട്ട് പ്ലാൻസ്
വിത്ത് വാട്ട് എവർ ഈസ് അവൈലബിൾ. വളരെ സിമ്പിൾ ആണ് അല്ലെ? ഈ ഒരു പോയിന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ റിസോഴ്സ് ആണ് ഉള്ളത് കറന്റ്ലി, ആ റിസോഴ്സ് കൊണ്ട് ബെറ്റർ യൂട്ടിലൈസ്ഡ് വേയിൽ നിങ്ങളുടെ ഫർദർ എക്സ്പാൻഷൻ പ്ലാൻസ്, ഫർദർ മാനുഫാക്ചറിങ് പ്ലാൻസ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത് ബ്രൈക്കോളജി എന്ന് വിളിക്കുന്നത്. സോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബ്രൈക്കോളജി കൂടുതലും ആപ്ലിക്കബിൾ ആകുന്ന എവിടെയായിരിക്കും? മൈക്രോ സ്മോൾ ബിസിനസ്സുകളിൽ, SMEസിലൊക്കെ ആയിരിക്കും കൂടുതലും ആപ്ലിക്കബിൾ ആകുന്നത്. കാരണം ലാർജ് ഓർഗനൈസേഷന് അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. ദോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഓരോ ഓർഗനൈസേഷന് 100% റിസോഴ്സ് ഫുൾനെസ് അല്ല, അല്ലെങ്കിൽ റിസോഴ്സ് ആംപ്ലിഫൈഡ് അല്ല, മറിച്ച് എല്ലാവർക്കും കൺസ്ട്രെയിൻസ് ഉണ്ട്. പക്ഷെ ആ കൺസ്ട്രെയിൻസിന്റെ വേരിയബിലിറ്റി ആൻഡ് ഡിഗ്രി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേ ഇരിക്കും. സോ ഇതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ കൺസ്ട്രെയിൻസ് ഉണ്ടാകുന്ന ആർക്കായിരിക്കും? മൈക്രോ സ്മോൾ ബിസിനസ്സുകൾ അല്ലെങ്കിൽ SMEs നടത്തുന്നവർക്കായിരിക്കും ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നത്. സോ എന്റർപ്രണറിയൽ ബ്രൈക്കോളജി ഫോസ്റ്റേഴ്സ് കാറ്റലിസ്റ്റിക് ഇന്നോവേഷൻ ആൻഡ് സ്കെയിൽ ഗ്രോത്ത് ചേഞ്ചസ്. സോ അൾട്ടിമേറ്റ്ലി ഈ ഒരു ബ്രൈക്കോളജി ഉള്ളത് തന്നെ ഒരു സമയത്ത് പല ബിസിനസ്സുകാർക്കും അതൊരു അനുഗ്രഹമായിട്ടാണ് മാറിയിട്ടുള്ളത്. കാരണം അവർക്ക് ആ റിസോഴ്സ് കൺസ്ട്രെയിൻ നിന്നുകൊണ്ട് എന്ത് ബെറ്റർ ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റും എന്നത് ചിന്തിച്ച് അതിലേക്ക് മാറുവാനും അവിടെ ഒരു സക്സസ്ഫുൾ എന്റർപ്രണർഷിപ്പ് ജേർണി വിത്ത് ലിമിറ്റഡ് കോസ്റ്റിൽ ഉണ്ടാക്കാനും പലർക്കും സാധിച്ചിട്ടുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിയറി പറയുന്നത് എന്റർപ്രണറിയൽ ബ്രൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബെറ്റർ തിങ് if you can properly manage within your organization with the limited funds. കാരണം ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിലുള്ള ലിമിറ്റഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ ആ ഒരു ഓർഗനൈസേഷനെ നെക്സ്റ്റ് സ്കെയിൽ അപ്പ് പ്രോസസ്സിലേക്ക് ഉണ്ടാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഡെലിവർ ചെയ്യുന്ന ചാനലൈസ് ചെയ്ത് മാറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബ്രൈക്കോളജി എന്ന് വിളിക്കുന്നത്. അപ്പം ഇതും പൊട്ടൻഷ്യലി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി ബ്രൈക്കോളജി എന്താണെന്ന് മാത്രമായിട്ടുള്ള ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. സോ അതൊന്ന് നിങ്ങളൊന്ന് പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.